എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എല്ലാ സന്ദർഭങ്ങളിലും മുഅ്മിനീങ്ങളെ നമുക്കൊരു പുതിയൊരു വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ ചിന്തിക്കേണ്ടത് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യന്റെ ദിവസം എന്ന് പറയുന്നത് 3 ദിവസങ്ങളാണ്. ഒന്ന് ഇന്നലെയാണ്, മറ്റൊന്ന് ഇന്നാണ്, മറ്റൊന്ന് നാളെയാണ്. ഇതല്ലാത്ത ഒരു ദിവസം നമുക്ക് ഇന്നലകൾ എന്ന് പറയുന്നത് കഴിഞ്ഞു പോയി. ഇന്ന് എന്ന് പറയുന്നത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സെക്കൻഡുകളാ, ഈ പറയുന്ന സെക്കൻഡുകൾ കഴിഞ്ഞു പോവുകയാണ്. എന്നാൽ നാളെ എന്ന് പറയുന്നത് നമുക്ക് പ്രതീക്ഷയില്ല, നമുക്ക് പ്രതീക്ഷയില്ലാത്ത ദിവസങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ മനുഷ്യനും അവന് കിട്ടുന്ന കാര്യങ്ങൾ അത് അവൻ നല്ലതിന് വേണ്ടി പ്രവർത്തിച്ചാൽ, മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്കൂ, ഇന്നലകൾ എന്ന് പറയുന്നത് അത് ഇനി ഒരിക്കലും വരാനില്ല. 2024 ഡിസംബർ 30 എന്ന് പറയുന്നത് ഈ ലോകത്ത് വരില്ല, നമ്മുടെ ജീവിതത്തിൽ വരില്ല, നമ്മുടെ ആയുസ്സിൽ ഇനി ഉണ്ടാവില്ല. എന്നിനേറെ പറയുന്നു, 31-ന് ഈ ഒരു സമയം, ഡിസംബർ 31-ന് ഈ ഒരു സമയം, ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മണിക്കൂറുകൾ, ഈ മിനിറ്റുകൾ, ഈ സെക്കൻഡുകൾ, ഇതെല്ലാം നമ്മൾ ഇന്ന് കഴിഞ്ഞു പോവുകയാണ്. തിരിച്ചു വരില്ല, തിരിച്ചു കിട്ടില്ല. വിലപ്പെട്ടതാണ് ഇത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു മനുഷ്യന്റെ ദിവസം എന്ന് പറയുന്നത് 3 ഒന്ന് കഴിഞ്ഞു പോയതാണ്, ഒന്ന് ഇന്നത്തെ ദിവസമാണ്, ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. 3 പറഞ്ഞത് നാളെയാണ് എന്നാണ് മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു. ദിവസങ്ങളുണ്ടോ? ഇന്നലെ, ഇന്ന്, നാളെ, ഇതെല്ലാം ദിവസങ്ങളില്ല. എന്നാൽ ഇന്നലകൾ നമുക്ക് കിട്ടി ഉപയോഗപ്പെടുത്തിയാൽ രക്ഷപ്പെട്ടു. ഇന്നത്തെ ദിവസം ഈ സമയമാണ് നടന്നുകൊണ്ടിരിക്കാൻ തൊട്ട സമയങ്ങൾ നമുക്കുണ്ടെന്ന് പറയാൻ കഴിയില്ല, നാളെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കാൻ പോലും കഴിയില്ല. ഇവിടെ അനുസ്മരിക്കപ്പെട്ട നമ്മുടെ സഹോദരൻ ഇല്ല, അദ്ദേഹം വെള്ളിയാഴ്ച ജുമുഅയ്ക്ക് തിരിഞ്ഞു പോകുമ്പോ, അല്ലെങ്കിൽ നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ, അല്ലെങ്കിൽ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞു പോകുമ്പോ, ഇല്ല ഇത് എന്റെ അവസാനത്തെ മഗ്‌രിബ് നിസ്കാരമാണെന്ന് ചിന്തിച്ചില്ല. എന്തുകൊണ്ട്? അത് ചിന്തിക്കാൻ കഴിയൂല. നമുക്ക് ആയുസ്സിന്റെ കാലം നമുക്ക് തന്നിട്ടില്ല, അവധി നമുക്ക് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ ആയുസ് ഇന്ന ദിവസം ഞാൻ ഇന്ന് നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചു, ഇത് നമ്മുടെ അവസാനത്തെ മഗ്‌രിബാകുമെന്ന് നമ്മൾ ഒരിക്കലും നമ്മൾ കരുതിയിട്ടില്ല. എന്നാൽ അത് ആയിക്കൂടാ എന്നുമില്ല. കാരണം അല്ലാഹു ആയുസ് എത്രയാ കണക്കാക്കിയത് എന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ സാധ്യമല്ല എന്ന് മുഅ്മിനീങ്ങളെ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പക്ഷേ ജീവിതത്തിൽ നമ്മളൊക്കെ പിറന്നു വീഴുമ്പോ ചുറ്റുഭാഗമുള്ള നമ്മുടെ ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ എല്ലാവരും ചിരിച്ചപ്പോ നമ്മളെല്ലാം കരഞ്ഞ് ലോകത്തേക്ക് പിറന്നു വീഴുമെങ്കിലേ നമുക്ക് ഒരു കവിതയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. നിന്നെ പ്രസവിക്കപ്പെടുന്നവന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചപ്പോ നീ കരഞ്ഞുകൊണ്ടായി ഭൂമി ലോകത്തേക്ക് നീ പിറന്നു വീണത്. പക്ഷേ എന്നാൽ നീ പ്രസവിച്ചു വീഴുന്ന സമയത്ത് നിന്റെ പരിസരത്തുള്ള ജനങ്ങൾ, നിന്റെ പരിസരത്തിൽ നിന്റെ ഉമ്മയും നിന്റെ സഹോദര സഹോദരിമാർ അല്ലെങ്കിൽ നിന്റെ ബന്ധപ്പെട്ട ആളുകൾ അവരെല്ലാം
ഉണ്ടായിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മയൊക്കെ പ്രസവിക്കപ്പെടുന്ന സമയം നമ്മുടെ കുടുംബങ്ങളെ സന്തോഷവാന്മാരായി അവർ ചിരിച്ചവരാണ്, അവർ ലഡു കൊടുത്തവരാണ്, അവർ മിഠായി കൊടുത്തവരാണ്. എന്തിന്റെ പേരിൽ നമ്മൾ ഈ ലോകത്തോട്, ഈ ലോകത്തേക്ക് നമ്മൾ പിറന്നു വീണു എന്ന ആ സന്തോഷത്തിൽ അറിയാം. ഏതായാലും ഇപ്പൊ നമുക്കറിയാം, നമ്മളത് കൊടുത്തുകൊള്ളണമെന്ന് അറിയാം. നമ്മൾ പ്രസവിച്ചു കൂടുമ്പോൾ ലഡു കൊടുത്തുകൊള്ളണമെന്ന് അറിയാം. ഇപ്പത്തെ കുട്ടികളെല്ലാം ഞാൻ കൊടുക്കണ്ടല്ലോ, മുട്ടായി കൊടുക്കില്ലേ? കൊടുത്തിട്ടില്ലേ? ഇപ്പോഴും കൊടുത്തിട്ടില്ലേ? പക്ഷേ അതെന്തിന്റെ പേരില്ല? ആ സന്ദർഭത്തിൽ നമ്മൾ എന്തൊക്കെ ചെയ്തത്? ചിരിച്ചിട്ടില്ല, കരഞ്ഞുകൊണ്ട്. സത്യത്തിലെ ആ കുട്ടി ആ പ്രസവിക്കുന്ന സമയത്ത് കരഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ഉമ്മാർക്കൊക്കെ ഭയങ്കര വേചാറുണ്ട്. കുട്ടി പ്രസവിക്കപ്പെട്ടൊക്കെ ചെയ്തിട്ടുണ്ട്, ചിന്തയില്ല, കരഞ്ഞില്ല. ഞങ്ങളല്ലേ അങ്ങനല്ലേ? നിങ്ങളെന്താ കരയണമെന്നാണ് നമ്മുടെ ആളുകൾ പറയുന്നത്. സത്യത്തിൽ കരയാന്ന് പറയുന്നത് നമ്മളെ പരമായിട്ട് പറയുന്നത് വെച്ചാൽ ശൈത്താൻ നമ്മളെ പിടിച്ചു കുത്തണേ. ആ സന്ദർഭത്തിൽ നമ്മൾ കരയണത്. പക്ഷെ ആ കരച്ചിൽ നമുക്ക് കരഞ്ഞില്ലെങ്കിൽ നമുക്ക് വെച്ചാണ്, അങ്ങനെയാണ് പറയുന്നത്. ഏതായാലും ആ സന്ദർഭത്തിൽ നമ്മൾ കരഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണപ്പോ എല്ലാവരും പരിസരത്തുള്ള ആളുകളൊക്കെ കുടുംബങ്ങളൊക്കെ വളരെ സന്തോഷത്തോടുകൂടെ അവരെല്ലാവരും ചിരിച്ചു. എന്നിട്ട് ആ കവിതയിലൂടെ പറയുന്നുണ്ട്, പഠിപ്പിക്കുന്നുണ്ട്. പറയുന്നത് എന്നാൽ ഇനി ഒരു സമയമുണ്ട്, നിനക്ക് വരാനുള്ള ഒരു ദിവസമുണ്ട്. ഏതാണ് ആ ദിവസം എന്നറിയോ? നിന്റെ മരണസമയാണ്. നിന്റെ ഒരു ദിവസത്തിന് വേണ്ടി നീ അമൽ ചെയ്തോ. നിന്റെ പരിസരത്ത് നിൽക്കുന്ന ആളുകളൊക്കെ കരയുന്ന ഒരു ദിവസമാണ്. മരണസമയമാകുന്ന ആ മരിക്കുന്ന സന്ദർഭത്തിൽ എല്ലാവരും കുടുംബങ്ങൾ കരഞ്ഞു പോകുന്ന സമയമാണ്. പക്ഷേ എന്നാൽ നീ കേൾക്കണോ, ആ നിന്റെ മരിക്കുന്ന ദിവസം ഉണ്ടല്ലോ, എല്ലാ പരിസരത്തുള്ള ആളുകളൊക്കെ കരയുമ്പോ നിനക്ക് ചിരിക്കണ്ടേ? സന്തോഷവാനായി നീ ചിരിക്കണം. അതിനുവേണ്ടി നീ അമൽ ചെയ്തോ. നിന്റെ ദിവസത്തിന് വേണ്ടി നീ അമൽ ചെയ്തോ. എന്തുകൊണ്ട്? നിന്റെ ആ പരിസരത്തുള്ളവരൊക്കെ കരയുകയായിരിക്കും. എന്നാൽ അതിനു വേണ്ടി നിന്റെ മരണസമയം നിനക്ക് ചിരിക്കണമെങ്കിൽ നീ അമൽ ചെയ്തോ. ദാഹമോത്തത് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും. നേരം യമീനവൻ ആട്ടുവാൻ പതിവിങ്ങളാൽ കുണ റബ്ബന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. നീ സന്തോഷവാനായി ചിരിച്ച് നീ മരിക്കണമെങ്കിൽ നീ അമൽ ചെയ്തോ എന്ന് ആ കവിതയിലൂടെ ബൈത്തിലൂടെ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ ചിന്തിച്ചു നോക്കൂ. ഡിസംബർ 31ലേക്ക് 31ന്റെ അവസാനത്തെ സമയങ്ങൾ ചെല്ലുമ്പോ ഒരു മുഅ്മിനായ മനുഷ്യന് വേവലാതിയായിരിക്കും. പഠിച്ചവനെ, എന്റെ ആയുസ് കുറയുകയാണല്ലോ. ഈ മരണസമയം ചിരിച്ച് മരിക്കണമെങ്കിൽ അമൽ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ എത്ര ആളുകളാ ചിരിച്ചുകൊണ്ട് മരണപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സന്ദർഭം വിശദീകരിക്കപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ മരണസമയം വിശദീകരിക്കപ്പെടുന്നുണ്ട്. ഭാര്യ വല്ലാതെ കരഞ്ഞു പോവുകയാണ്. ഭാര്യ ഇങ്ങനെ കരഞ്ഞു പോകുമ്പോ
ഭാര്യ ഇങ്ങനെ കരയുമ്പോ ഭാര്യയോട് പറയാണ്, ഭാര്യ പ്രിയപ്പെട്ടവളെ, എന്തിനാ നീ കരയുന്നത്? എന്തിനാണ് നീ കരയുന്നത്? ആ സന്ദർഭത്തിൽ ആ ഭാര്യയോട് പറയാണ്, പറയാണ് കരയേണ്ടതില്ല. പറയാണ്, എനിക്ക് കരച്ചിൽ വരില്ല. എന്റെ ഹബീബായ എന്റെ കരളിന്റെ കഷ്ടമായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അതുപോലെ തന്നെ എന്റെ സ്വഹബത്ത്, എന്റെ സഹാബത്ത്, എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് കണ്ടുമുട്ടാൻ വേണ്ടി നാളെ ഞാൻ പോവുകയാണ്. എന്തിനാ നീ കരയുന്നത്? സന്തോഷിക്കലേ വേണ്ടത് എന്ന് പറഞ്ഞത് ചരിത്രത്തിൽ കാണുമ്പോ മുഅ്മിനീങ്ങളെ അവരുടെ ജീവിതത്തിൽ നന്മകളെ കൊണ്ട് നിറച്ചവരെയാണ്, നന്മ കൊണ്ട് നിറച്ചവരെയാണ്. നോക്കൂ നിങ്ങൾ, എന്തിനേറെ പറയുന്നു, നമ്മളെ ഈ അടുത്ത് കഴിഞ്ഞുപോയ നമ്മുടെ സമസ്തയുടെ നേതാക്കന്മാരെല്ലാം ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുൽ വഫാത്താകുമ്പോ ആ വഫാത്താകുന്ന സന്ദർഭത്തിൽ കൂടെ ഇരിക്കുന്ന ആളുകളോട് യാസീൻ ഓതാൻ പറഞ്ഞു. സലാം ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇതിങ്ങനെ ചൊല്ലി വീണ്ടും വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞു. യാസീൻ പൂർത്തിയായി. ആരെന്നറിയോ? നമ്മുടെ സംഘടനയുടെ സമസ്തയുടെ കൂടുതൽ കാലം സെക്രട്ടറിയായി പ്രവർത്തിച്ച ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവിടുത്തെ ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഹോസ്പിറ്റലിൽ കിടക്കുമ്പോ അവസാന സുബ്ഹി ബാങ്കിന്റെ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഇങ്ങനെ പള്ളിയിൽ മുഅദ്ദിൻ ഇങ്ങനെ വിളിച്ചപ്പോ ആദ്യം ജവാബ് കൊടുത്തു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നങ്ങ് ചൊല്ലിയിട്ട് ലോകത്തോട് വിട പറഞ്ഞില്ലേ. നമുക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമാ തങ്ങള് മുഅ്മിനേ ജീവിതത്തിൽ എന്റെ നന്മകൾ മാത്രം ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചവരെ, അവരെ ഈ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ച് നന്മകൾ വാരിക്കൂട്ടിയവരെ, അവരെ ഈ അവസാന സന്ദർഭങ്ങളിൽ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. എന്തിനേറെ പറയുന്നു, ഈ മഹല്ലത്തിന്റെ ഖാദിയായ കണ്ടി ഉസ്താദ്, കണ്ടി മഹാൻ ഉസ്താദ് ലോകത്തോട് വിട പറയുമ്പോ അദ്ദേഹം നട്ടുവളർത്തിയ ജമിയത്തുൽ മുഅല്ലിമീന ബിസ്മില്ലാഹ് കോഴിക്കോട് കടപ്പുറത്ത് നടക്കുമ്പോ ആ സന്ദർഭത്തിൽ ആ സ്റ്റേജിൽ ഈ വിനീതനടക്കം സാക്ഷിയാണ്. ഇവിടെ ഇരിക്കുന്ന പല ആളുകളും അതിന് സാക്ഷിയായിരിക്കും. സ്വാഗത പ്രസംഗം പറയേണ്ടത് ബഹുമാനപ്പെട്ട നമ്മുടെ മഹല്ലത്തിന്റെ ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട കെട്ടി ഉസ്താദായി ആയിരുന്നു അവിടെയും സ്വാഗതം പറയേണ്ടിയിരുന്നത്. പക്ഷേ ചെറിയൊരു അസ്വസ്ഥത അവിടെ ആ സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. ആ സ്റ്റേജിൽ ഇരിക്കുന്ന മഹാനവറുകൾ 7 ലക്ഷങ്ങൾ കാണുന്നുണ്ട് അദ്ദേഹത്തെ. ആ സ്വാഗത പ്രസംഗത്തിന്റെ ഇടയിൽ അവിടെ ഈ കാണുന്ന അദ്ദേഹം ജീവിതത്തിൽ പോറ്റി വളർത്തി സമൂഹത്തിലെ ഏറ്റവും ഉന്നതരെന്ന് മുത്തനബി പഠിപ്പിച്ച സമൂഹമായ മുഅല്ലിം സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെച്ചുകൊണ്ട് എല്ലാം കൺകുളിർക്കെ കണ്ട് അവിടെ നിന്ന് തിരിച്ചുപോയി ഹോസ്പിറ്റലിൽ പോകുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു, ഉറക്കെ ചൊല്ലിയിട്ട് ഈ ലോകത്തോട് വിട പറഞ്ഞു. നമ്മുടെ മഹല്ലത്തിന്റെ ഖാദിയായിരുന്ന ബഹുമാനപ്പെട്ട കെട്ടി ഉസ്താദ് എന്റെ ജീവിതത്തിൽ നന്മ നിറഞ്ഞവരായിരുന്നു അവരൊക്കെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുമ്പോഴോ നാളേക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്നത് ചിന്തിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഞാൻ ഓരോ ഉസ്താദുമാരെ പറ്റി ഓരോരുത്തർ നമ്മൾ ഈ അടുത്ത് നമ്മളൊക്കെ പരിചയമുള്ള നമ്മളുടെയൊക്കെ ഓരോരുത്തരെ പറ്റി നമ്മൾ പറയുമ്പോ ഇതെല്ലാം നന്മ നിറഞ്ഞവരായിരുന്നു. ചിന്തിക്കണം നമ്മള്. അല്ലാഹുവേ അവരോട്
കൂടെ നിന്റെ പരിശുദ്ധമായ സ്വർഗീയ അനുഗ്രഹത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകണം അല്ലാഹ്. തൗഫീഖ് നൽകണേ അല്ലാഹ്. പാപികളാണ് റബ്ബേ, പടച്ചവനെ അമൽ കുറഞ്ഞവരാണ് ഞങ്ങളെല്ലാം. ഇങ്ങനെ പ്രസംഗിച്ചാലും ഞങ്ങൾ ഇങ്ങനെ കേട്ടാലും ഞങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങില്ലെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ അതിന്റെ ഈ പറയുന്നതിന്റെ അല്ലെങ്കിൽ കേൾക്കുന്നതിന്റെ ഫലമെങ്കിലും ഞങ്ങൾക്ക് രണ്ട് ലോകത്തും ഈ വിജയം നൽകണേ അല്ലാഹ്. അവിടുന്ന് പറഞ്ഞു ഭാര്യയോട് പറയാണ്, എന്തിനാ കരയുന്നത്? ഞാൻ നാളെ ഇതാ എന്റെ ഹബീബിന്റെ ചാരെ ഞാൻ ചെല്ലുകയാണ്. എന്റെ സുഹൃത്ത് എന്റെ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്കല്ലേ ഞാൻ പോകുന്നത്. കരയല്ലല്ലോ വേണ്ടത് എന്ന് മഹാനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ചരിത്രത്തിൽ കാണുമ്പോ മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങൾ ചിന്തിക്കേണ്ടത് അബൂബക്കർ ശിബ്ലി തങ്ങൾ പറഞ്ഞത് കാണാം. ശിബ്ലി തങ്ങൾ പറഞ്ഞത് കാണുന്നു. അദ്ദേഹം മരണാസന്നമാകുന്ന സമയം അദ്ദേഹം എല്ലാ ജീവിതത്തിൽ നന്മകൾ നിറഞ്ഞവരാണ്. വുളൂ ചെയ്യാൻ പോലും കഴിയാത്ത ഒരു മുഅ്മിന്റെ ലക്ഷണമാണ് എല്ലാ സമയത്തും മുഅ്മിൻ വുളൂ ഉണ്ടായിരിക്കുക എന്നത്. എല്ലാ സമയത്തും വുളൂ ഉണ്ടാവുക എന്നത് ഒരു മുഅ്മിന്റെ ലക്ഷണമാണ്. മഹാനായ ശിബ്ലി തങ്ങൾ വഫാത്താകുന്ന സന്ദർഭം, ആ സന്ദർഭത്തിൽ വുളൂ എടുക്കാൻ കഴിയുന്നില്ല. ശിഷ്യനോട് പറഞ്ഞു വുളൂ എടുത്ത് തരാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹം ആ ശിഷ്യനതാ വുളൂവൊക്കെ എടുത്തു കൊടുക്കുകയാണ്. വുളൂ എടുത്ത് കൊടുക്കുമ്പോ അദ്ദേഹത്തിന് ഇങ്ങനെ വല്ലാത്ത താടിയുടെ ചരിത്രം പറയുന്നത് കാണാം. നീളമായ നീങ്ങിയ താടിയുണ്ട്. വഫാത്താകുന്ന സമയമാണ്. മുഅ്മിനീങ്ങളെ കഥ പറയല്ല, ചിന്തിക്കാൻ വേണ്ടി പറയാണ്. ഞാനും നിങ്ങളും ചിന്തിക്കണം. ഈ ഒരു ശബ്ദമായി കാണണ്ട. മഹാനവരകൾ വഫാത്താകുന്ന സന്ദർഭം വുളൂ എടുത്ത് കൊടുക്കുന്നത് ഒരു ശിഷ്യനാണ്. ആ ശിഷ്യനങ്ങ് വുളൂ മുൻകൈ വായിൽ വെള്ളം കൊപ്പിക്കാൻ കാണിച്ചു, മൂക്കിൽ വെള്ളം, എല്ലാ സുന്നത്തുകളും എടുത്ത് മുഖമങ്ങ് കഴിയുമ്പോ ആ ശിഷ്യന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ജീവിതകാലം മുഴുവൻ ഞാൻ ഒരു സുന്നത്ത് ഒഴിവാക്കിയിട്ടില്ല. എന്റെ താടിയുടെ തിക്കകത്തിൽ സുന്നത്താണെന്ന എന്റെ ദീൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ വഫാത്താകുന്ന ഈ അവസാന സമയത്തുള്ള എന്റെ വുളൂവിൽ സുന്നത്ത് കളയല്ലേ, എന്റെ താടി തിക്കകറ്റി കളയണേ എന്ന് മഹാനായ അബൂബക്കർ ശിബ്ലി തങ്ങൾ പറഞ്ഞു എന്ന് ചരിത്രത്തിൽ കാണുമ്പോ മുഅ്മിനീങ്ങളെ നാം ചിന്തിക്കേണ്ടത് ഒരു മനുഷ്യനെ അല്ലാഹു പരിഗണിച്ചോ ഇല്ലേ എന്ന് നോക്കുന്നത് സുന്നത്തായ കർമ്മങ്ങൾ അവന്റെ ജീവിതത്തിലുണ്ടോ എന്നാണ്. അവന്റെ ജീവിതത്തിൽ സുന്നത്തായ കർമ്മങ്ങൾ ഉണ്ടോ എന്നാണ്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ. നമുക്ക് എവിടെയാ സുന്നത്തെടുക്കാൻ നേരമുള്ളത്? എന്തിനേറെ പറയുന്നു, റവാത്തിബ് സുന്നത്ത് നിസ്കാരങ്ങൾ എത്ര ആളാണ് നിസ്കരിക്കുന്നത്? ഈ ഡിസംബർ 2024 ഡിസംബർ 31 അവസാന സമയത്ത് ന്യൂ ഇയർ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ഉമ്മ സഹോദര സഹോദരിമാരെ, ചിന്തിക്കേ, എന്റെ നമ്മുടെ ജീവിതത്തിലെ ഓരോ സമയങ്ങളും എത്രയാ നഷ്ടപ്പെട്ടു പോയത്. ഒരു സുന്നത്തെടുക്കാൻ നമുക്ക് സമയമുണ്ടോ? നിസ്കരിച്ചിട്ട് അതിന്റെ ശേഷമുള്ള സുന്നത്തായ കർമ്മങ്ങൾ, ആ ദിക്റുകൾ ചെല്ലാൻ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? എന്തിനേറെ പറയുന്നു, സുന്നത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ റവാത്തിബ് സുന്നത്ത് നിസ്കാരം. റമദാനൊക്കെ വരുമ്പോ ആ റമദാനിലൊക്കെ തറാവീഹ് നിസ്കരിക്കുന്നവരാണ്. പക്ഷേ ഇശാ നിസ്കാരം കഴിഞ്ഞ് ഒരു വിഭാഗം പുറത്തേക്ക് അങ്ങ് പോകും. എന്തിനു വേണ്ടിയിട്ട്? പള്ളിയിൽ കുറച്ച് ആളുകൾ ഉണ്ടാകും റവാത്തിബ് ഇശാന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിക്കുന്നവർ. അപ്പൊ അത് കഴിയാൻ വേണ്ടി അവിടെ കുറച്ച് ആളുകൾ പുറത്തുപോയി ഈ സുന്നത്ത് നിസ്കാരം കഴിയുന്നത് പ്രതീക്ഷിക്കുകയാണ്. എന്നിട്ടോ തറാവീഹ് നിസ്കാരമാകുമ്പോ എല്ലാവരും വരും. തറാവീഹ് നിസ്കാരത്തിനേക്കാളും ശ്രേഷ്ഠത സുന്നത്തുള്ളത് ഈ റവാത്തിബ് സുന്നത്താണെന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളോട് അറിയിക്കാൻ. ഈ സുന്നത്ത് നിസ്കാരങ്ങൾ പോലും നമുക്ക് നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത് നമുക്ക് സമയമില്ല. എന്തേ നമുക്ക് സമയമില്ലാത്തത്? നമുക്ക് അതിന് നമുക്ക് നമ്മുടെ
പിശാച് വന്ന് നമ്മളെ അതിൽ നിന്ന് തട്ടിത്തിരിച്ച് കളഞ്ഞുകൊണ്ട് പോവുകയാണ്. അതുകൊണ്ടാണ് മുഅ്മിനീങ്ങളെ നോക്കൂ, മഹാനായ അലി റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു വയലിന്റെ രസമൊക്കെ നല്ല മനുഷ്യനാണ്. വയലിന്റെ രസമൊക്കെ നമ്മള് നല്ലോണം ശ്രദ്ധിക്കണം. അലി റളിയല്ലാഹു അൻഹു ഞാൻ മെല്ലെ പറഞ്ഞിട്ട് മെല്ലെ പറയാൻ കഴിയില്ല. 2-3 സെക്കൻഡ് തുടർച്ചയായി മെല്ലെ പറഞ്ഞില്ലെങ്കിൽ വളരെ വളരെ ശബ്ദം. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കണം, ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ടെൻഷനാകുന്ന എന്തിന്റെ കാര്യത്തിലായിരുന്നു? ഞങ്ങൾ പറയും സമ്മാനം കൊടുക്കണം പറഞ്ഞാണ് ആരെങ്കിലും പറയും എന്തിന്റെ കാര്യത്തില? ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ ടെൻഷൻ ഇല്ല, പക്ഷെ സ്വർഗത്തിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ അല്ലെന്തായാലും പറഞ്ഞു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ ആ മുമ്പിനായ സ്വർഗാവകാശിയാണെന്ന് ടെൻഷൻ എടുക്കുന്നത് എന്തിന്റെ കാര്യത്തിലാണ്? ആരെയും പറയുന്നു നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞതാണ്, അത് പറയാൻ പേടിയില്ല. തെറ്റിയാലോ അല്ല സമയത്തെ പറ്റിയാണ്. അല്ലെന്ന് പറയാൻ ഒരു മനുഷ്യൻ സ്വർഗത്തിലെത്തിയില്ല, ടെൻഷൻ ഇല്ല. പക്ഷേ അവിടെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അവിടുന്ന് ടെൻഷൻ ആകുന്നതിന്റെ കാര്യത്തിലോ അറിയും, സമയത്തിന്റെ കാര്യത്തിലാണ് സമ്മാനം കേട്ടോ. അപ്പോ അതിന്റെ പറയുന്നത് ആ സമയത്തിന്റെ അറിവുകൾക്ക് അത്രയും വിലപ്പെട്ട സമയം ഒന്നാണ് സമയം എന്ന് പറയുന്നത്. സമയം എന്ന് പറയുന്നത് ഇങ്ങനെ അത് നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചാൽ രക്ഷപ്പെടും. ഇനി ഇങ്ങോട്ട് ചിലപ്പോൾ ഞാൻ നിർത്തുകയാണ്. കുറച്ച് ദിക്ർ ചെല്ലിയിട്ട് നമ്മൾ നിർത്തില്ലേ, ദിക്ർ ചെല്ലിയിട്ട് ദിക്ർ ചെല്ലിയിട്ട് വെള്ളം കോരാനല്ല, നല്ല വാങ്ങിക്കോ ഈമാണ്ടാകാനല്ല, എന്തെങ്കിലും കൊടുത്താൽ പിന്നെ അതുപോലെ. അപ്പോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വേവലാതിപ്പെടുന്ന ഒരു സമയം എന്താ പറയുന്നത്? നമ്മൾ പറയുന്ന ഒരു സമയം ദോഷങ്ങൾ ചെയ്ത് നമ്മൾ നരകത്തിലെങ്ങാനും പോയാലും അതിൽ നമ്മളൊക്കെ വിളിച്ചു വെള്ളോ കാത്ത് രക്ഷിക്കട്ടെ. ربنا أخرجنا نعمل صالحا غير الذي كنا نعمل أولم نعمركم ما يتذكر فيه من تذكر وجاءكم النذير فذوقوا فما للظالمين من نصير. الله يا آية ന്യൂ ഇയറിനെ ഇറക്കിയതാണോ ഈ ആയത്ത്? എന്തിന് ന്യൂ ഇയർ പ്രഭാഷണത്തിന് ഇറക്കിയതാണോ എന്ന് തോന്നി. ആചാര്യനായ എന്താ അറിയോ? റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹാ, പടച്ചവനേ ഇതിൽ നിന്ന് ഞങ്ങളെ നീ പുറപ്പെടുവിച്ചുകൊണ്ട് പുറത്തേക്ക് ആക്കി നഅമൽ സാലിഹൻ, എന്തിനു വേണ്ടി? സാലിഹായ കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്യാൻ ഞങ്ങൾ ചെയ്തോളാം. എവിടെ പെട്ടത്? നരകത്തിലാണ്. ആ നരകത്തിൽ പോയ ആളുകൾ വിളിച്ചു പറയാൻ റബ്ബനാ അഖ്രിജ്നാ നഅമൽ സാലിഹൻ ഗൈറല്ലദീ കുന്നാ നഅമൽ. നോക്കൂ, ആ മനുഷ്യന്മാർ വിളിച്ചു പറയാണ് ഞങ്ങൾ ഇതിനൊന്നും പുറപ്പെടുവിച്ചുകൊണ്ട് ഞങ്ങൾ എന്തായിരുന്നു, ഞങ്ങൾക്ക് കിട്ടിയ സമയത്ത് ഞങ്ങൾ സ്വാലിഹായ കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ നിന്നും പുറപ്പെടുവിക്ക്, എന്നാൽ ഞങ്ങൾ സ്വാലിഹായ കർമ്മങ്ങൾ ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്ന് പറയുമെന്നാണ്. എന്നാലോ അല്ലാഹു പറയാണ് അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജഅകുമുൻ നദീർ. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീഹി മൻ തദക്കറ വജഅകുമുൻ നദീർ. അല്ല, ഇപ്പന്നോട് ചില പറയുന്നില്ല ഈ ചോദ്യം എന്താ വിഷയം?
പഠിച്ചോനെ 40 വയസ്സിൽ തന്നത്, ഈ 40 വയസ്സിന്റെ ഉള്ളിൽ ഞാനത് അവസാനം തന്നാവൊക്കെ കരുതിയേനും. പക്ഷെ അപ്പയൊക്കെ ആക്സിഡന്റ് ആയി പോന്നില്ലേ? അങ്ങനെ കേൾക്കണോ? അങ്ങോട്ട് നോക്കിയാൽ 36 വയസ്സുള്ള മനുഷ്യനാണ്. ആ യുവാവുകളുടെ സ്വർഗത്തിലൂടെ പറക്കുന്നു, സ്വർഗത്തിലൂടെ പറക്കുന്നു. എന്റെ അവനിക്ക് 36 കൊടുത്തത്, നിനക്ക് 40 തന്നു, നിനക്ക് 40 തന്നു. അയാൾ തന്നാൽ നിനക്ക് സമയം കിട്ടിയില്ല. അപ്പോഴാണ് അപ്പുറത്തുനിന്ന് ഒരു സഹോദരി പറയുന്നത്, പഠിച്ചോനെ എനിക്ക് 23 വയസ്സേ ആയിട്ടുള്ളൂ. കാരണം ഞാൻ പ്രസവത്തിന്റെ സമയത്ത് അങ്ങനെ ഞാൻ മരണപ്പെട്ടതാണ്. അപ്പൊ അള്ളാഹ് പറയും, ഇങ്ങോട്ട് നോക്കിയാ അപ്പുറത്ത് കണ്ടോ, ഒരു സഹോദരി കണ്ടോ, 20 വയസ്സായിട്ടുള്ളൂ, ഓള് നിന്ന് ഓള് സ്വർഗ്ഗത്തിലാണ്. അവലന്നും അമ്മിർക്കും മാ യതലക്കറു ഫീഹി മൻ തദക്കറ വജാഅകുമുൻ നദീർ. നിനക്ക് കിട്ടിയ ആയുസ് എന്തേ ചിന്തിക്കാതിരുന്നത്? അല്ലാഹു ചോദിക്കും. ഓലൊക്കെ ചിന്തിച്ചു, ഓലൊക്കെ നന്നായി. മാത്രമല്ല ന്യൂ ഇയർ ആയപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ നാട്ടിലെ സംഘടനാ പ്രവർത്തകർ ക്ലാസ് വെച്ച് പറഞ്ഞില്ലേ, നിങ്ങളിലേക്ക് ഇതെല്ലാം പറഞ്ഞു തരാൻ ആള് വന്നില്ലയോ എന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മുഅ്മിനീങ്ങളെ, കിട്ടുന്ന അവസരങ്ങൾ മുഴുവനും നല്ലതിന് വേണ്ടി ചെലവഴിക്കുക. ഒരു വർഷം കഴിഞ്ഞു പോകാൻ പറഞ്ഞു നമ്മൾ ചിന്തിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മൊബൈലിലാണ് സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് നമ്മൾ ഒന്ന് ക്രമീകരിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അമല് ചെയ്യാൻ കഴിയും. ഈ അവലൊന്നും അമ്മിർക്കുമായ നോക്കി നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, ഓ സ്വഹാബ, സൂറത്തുൽ ഇഖ്ലാസ് സൂറത്തുൽ ഇഖ്ലാസ് അയാൾ 10 പ്രാവശ്യം അയാൾ ചൊല്ലിയാൽ, എത്ര 10 പ്രാവശ്യം ചൊല്ലിയാൽ അവർക്ക് സ്വർഗ്ഗത്തിൽ ഒരു മണിമാളിക അല്ലാഹു നിർമ്മിക്കുമെന്ന്. 10 പ്രാവശ്യം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, പ്രവാചകരെ 20 ചൊല്ലിയാലോ? എല്ലാവരും അങ്ങനെ ചൊല്ലില്ല. നമ്മളാണെങ്കിൽ ചിലപ്പോൾ അപ്പം അങ്ങനെ 5 ചൊല്ലില്ലല്ലോ. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, 20 പ്രാവശ്യം ചൊല്ലിയാലോ? അപ്പൊ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അവനിക്ക് 2 കൊട്ടാരമുണ്ട്. പിന്നെ പറഞ്ഞു, ചോദിക്കാൻ ഇട കൊടുത്തില്ല. അതിന്റെ മോൾ 30 ചൊല്ലിയാൽ മുത്തുനബി പറഞ്ഞു കൊടുത്തു, ചൊല്ലുന്നതിനനുസരിച്ച് അവന് മണിമാളികകൾ അല്ലാഹു കൊടുക്കുന്നതാണ്. കാരണം ഉമർ ചോദിച്ചു, റളിയല്ലാഹു അൻഹു അടുത്ത ആൾ ചോദിച്ചു, റളിയല്ലാഹു ഇത് അങ്ങനെ പറയണേ, ഒറ്റടി കാണണം. അതിന് എത്ര സമയം വേണ്ടത്? ഒരു ദിവസം എന്ന് പറയുന്നത് 24 മണിക്കൂർ. 24 മണിക്കൂർ എന്നാൽ ആ 24 മണിക്കൂറിൽ 86,400 സെക്കൻഡുകൾ കഴിച്ചു കൂടിയിട്ടുണ്ടോ? 86,400 സെക്കൻഡുകളാണ് അതിലുള്ളത്. ആ സെക്കൻഡുകളിൽ മുഅ്മിനീങ്ങളെ 10 ഇഖ്ലാസ് സൂറത്ത് ഓതാൻ നോക്കൂ നിങ്ങൾ. ഒരു ദിവസത്തിൽ 10 ഇഖ്ലാസ് സൂറത്ത് ഓതാൻ 2 മിനിറ്റ് മതി. നമ്മൾ പറയുന്നേ അവിടെ മഹ്ശറിൽ വെച്ചുകൊണ്ട് നമ്മളാണ് വിചാരണ ചെയ്യുന്നത് എങ്കിൽ എല്ലാവരും നമ്മളെ വിചാരണ ചെയ്യുന്നത് ഓനെ വിളിച്ചിട്ട് സ്വർഗത്തിൽ മണിമാറി കിട്ടിയില്ലേ, എനിക്ക് 48 വയസ്സ് 50 വയസ്സ് തന്നില്ലേ, ഈ 50 വയസ്സിൽ എനിക്ക് എത്ര സമയം 24 മണിക്കൂർ ഓരോ ദിവസവും തന്നില്ലേ എനിക്ക്, എന്നിട്ട് എന്തേ നിനക്ക് ഓരോ ദിവസവും 2 മിനിറ്റ് സമയം ഇഖ്ലാസ് സൂറത്ത് ഓതാൻ കഴിയില്ല? ഓടാവുന്നല്ലേ നമ്മൾ പറയില്ലേ, ഇത്ര സമയം കിട്ടിയിട്ട് 2 മിനിറ്റ് 24
24 മണിക്കൂറിൽ 2 മിനിറ്റ് ചെലവഴിക്കാൻ നിങ്ങൾക്ക് സാധ്യമായില്ല അല്ലേ? പിന്നെ എങ്ങനെയാ സ്വർഗം ലഭിക്കാം? ഉദാഹരണം പറഞ്ഞതാണ്.